മമ്മൂക്കയ്ക്ക് മാത്രം ഇത്ര യുണീക്ക് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ എവിടെ നിന്നാണ് തൂക്കിയെടുക്കുന്നതെന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ടോപ്പായി നിൽക്കുന്ന പല ആക്ടേഴ്സിന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ട്. കാരണം മമ്മൂക്ക എടുക്കുന്ന എല്ലാ സ്ക്രിപ്റ്റും ഒരു ബിഗ് സ്റ്റാറിന് ചെയ്യാൻ പറ്റുന്നതല്ല. ചെറിയ ലെവലിലുള്ള ചെറിയ സ്റ്റാറുകൾക്ക് ചെയ്യാൻ പറ്റുന്നതും അതേസമയം ഏറ്റവും ടോപ്പിൽ ചെയ്യാൻ പറ്റുന്നതും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ളതും മാസ് അപ്പീൽ നടത്താൻ പറ്റുന്നതും എല്ലാ തരം ക്യാരക്ടേഴ്സും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഈ വരാനിരിക്കുന്ന 2026 ലൈനപ്സുകൾ. ചത്താപ്പച്ച അതിനകത്ത് വരുന്നത് ഒരു മാസ് എലവേഷൻ. തിയേറ്ററിൽ മമ്മൂക്ക ഫാൻസിന് അറുമാദിക്കാനുള്ള വകയാണ് ചത്താപ്പച്ചയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ക്യൂബ്സിന്റെ ഒരു ഫിലിം, തല്ലുമാലയുടെയൊക്കെ ഡയറക്ടർ ആയിട്ടുള്ള ആലപ്പുഴ ജിംഖാന അത്തരത്തിൽ മാസ് കൊമേഴ്ഷ്യൽ ടൈപ്പ് രീതിയിൽ ഫിലിംസുകൾ മേക്ക് ചെയ്യുന്ന ക്വാളിറ്റി ഫിലിംസ് എടുക്കുന്ന ഖാലിദ് റഹ്മാന്റെ ടീം അപ്പ്. പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് മാർക്കോയൊക്കെ ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇപ്പോൾ വരാനിരിക്കുന്ന കാട്ടാളന്റെ പ്രൊഡക്ഷൻ ക്യൂബ്സ്. ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തിട്ടുള്ള 2 പടങ്ങളും കംപ്ലീറ്റ്ലി ഒരു ആക്ഷൻ ഓറിയന്റഡ് അല്ലെങ്കിൽ വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിലിംസാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഡയറക്ടറിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല സ്റ്റാൻഡേർഡ് അടിപ്പടം, മോളിവുഡിലെ ആ ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്ത പോലത്തെ ഒരു തല്ലുമാല പോലത്തെ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ഡയറക്ടറും കൂടിയാണ്. മോളിവുഡിലെ ഏറ്റവും വയലൻസ് ഫിലിം പ്രൊഡക്ഷനിലൂടെ കൊണ്ടുവന്ന ക്യൂബ്സും ഏറ്റവും നല്ല സ്റ്റൈലിഷ് രീതിയിൽ ആക്ഷൻ ഒരു ഫിലിം തന്ന ഡയറക്ടറും, ഒപ്പം നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ബായി എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ആക്ടറും. ആ ഒരു സിനിമയുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഒന്ന് ഊഹിച്ചാൽ കിട്ടും. ഇപ്പൊ റീസെന്റ് വരുന്ന റൂമർ അനുസരിച്ച് ബേസിലിന്റെ അടുത്ത ഡയറക്ടോറിയൽ ഫിലിമിന്റെ നായകൻ മമ്മൂക്കയാണ്. ഇതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്ന 3 സിനിമകൾ. അപ്പോൾ ഈ 3 സിനിമകളും 3 രീതിയിലുള്ള സിനിമകളായിരിക്കും. കഴിഞ്ഞ വർഷത്തിൽ അല്ലെങ്കിൽ 2025 ഒരു ഫാൻസായിട്ട് അർമാദിക്കാൻ പറ്റാതെ പോയത് എന്തായാലും 2026 മമ്മൂക്ക തരുന്നുണ്ട് എന്നുള്ളത് ഈ ലൈനപ്പുകൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇത് മാത്രമല്ല, വേറൊരു വമ്പൻ ഐറ്റം കൂടിയുണ്ട്. 2025 തൂക്കിയ 300 കോടി ക്ലബ് അടിച്ച ലോക ചാപ്റ്റർ 1ന്റെ 2ാം പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ 2ാം ചാപ്റ്റർ ആയിട്ടുള്ള ലോക ചാപ്റ്റർ 2 ചാത്തൻ. മമ്മൂക്കയുടെ ഫേസ് ചാപ്റ്റർ 2 എന്തായാലും ഒരു റിവീൽ ചെയ്യും. അത് 2026 തന്നെ സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും അത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അറിഞ്ഞ ഈ ഒരു 4 സിനിമകൾ മാത്രം ഒന്ന് നോക്കുവാണെങ്കിൽ തന്നെ മമ്മൂക്കയുടെ 2026 ലൈനപ്പ് എന്ന് പറയുന്നത് തീയാണ്. അതുമാത്രമല്ല, 2026 നമ്മളെ മോളിവുഡിന് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിലിമുകൾ വരാൻ പോവാണ്. ടിക്കി ടാക്ക, ഐ ആം ഗെയിം, ദൃശ്യം 3, മോസ്റ്റ് ആയിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പല കിടിലം ഫിലിംസും ഈ 2026 വരാൻ പോകുന്നത്. ലാലേട്ടൻ തന്നെ ദിലീഷ് പോത്തനുമായിട്ട് ഒരു കോമ്പിനേഷൻ വരുന്നു. പ്രേമലുവിന്റെ ഫുൾ ടീമുമായിട്ട് നിവിൻപോളിയുടെ അടുത്തൊരു ഫിലിം വരുന്നു. ചുരുക്കി പറഞ്ഞ 2026 നമ്മുടെ മോളിവുഡ് അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. നമ്മൾ 2025 ഫസ്റ്റ് ഒരു ബെഞ്ച് മാർക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ 300 കോടി എന്ന് പറഞ്ഞ് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതെന്തായാലും ദൃശ്യം 3 വന്നിട്ട് അതിൻ്റെ മെഗാ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് വെക്കും എന്നുള്ളത് ഉറപ്പായി. ഇനി അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് വരുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മമ്മൂക്കയുടെ മുമ്പിലേക്ക് ഒരുപാട് സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ടാവാം. പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആവാം, റിപ്പീറ്റേഷൻ വരുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കാം. എന്നാൽ മമ്മൂക്ക അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നത്, അതാണ് പല ആക്ടേഴ്സിനും പറ്റുന്ന അബദ്ധങ്ങളും. തൻ്റെ മുമ്പിലേക്ക് വരുന്ന സ്ക്രിപ്റ്റുകളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന പല സ്ക്രിപ്റ്റുകളും ഒരു പക്ഷേ അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല. ഇനിയിപ്പോൾ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടാൽ തന്നെ ആ എടുക്കുന്ന ആ ഒരു കണ്ടന്റിനെ ആ രീതിയിൽ മേക്ക് ചെയ്തിട്ടുള്ള ഫിലിംസും ആയിരിക്കില്ല. പക്ഷെ ആ ഒരു സമയത്ത് മമ്മൂക്ക എടുക്കുന്ന സിനിമകൾ നമ്മൾ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നതാണോ അല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ആ ഒരു കണ്ടന്റിനെ എടുത്തിട്ട് മമ്മൂക്ക പ്രസൻറ്റ് ചെയ്യുന്നതിലാണ് അതിൻ്റെ ഫുൾ കാര്യം ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമ ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ പോലും മമ്മൂട്ടി എന്ന ആക്ടറിൻ്റെ ആ ഒരു റോളിനെ ആരും കുറ്റം പറയില്ല. ഇപ്പോൾ ബസൂക്ക തന്നെ ഒരു പൊട്ടിയ പടമാണ്. ആ പൊട്ടിയ ഫിലിമിൽ പോലും മമ്മൂക്കയുടെ പെർഫോമൻസിനെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആ ഒരു ക്ലൈമാക്സിൽ ആ ഒരു പെർഫോമൻസ് കാണാൻ മാത്രമായിട്ട് തിയേറ്ററിൽ പോകാൻ വേണ്ടി വരെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക ഓരോ ക്യാരക്ടേഴ്സിനെ ഇതുപോലെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് മമ്മൂട്ടി പ്രസൻറ്റ് ചെയ്യുന്നത് എപ്പോഴും വിജയിക്കാറുണ്ട്. പക്ഷെ ചില സിനിമകൾ ചിലപ്പോൾ ആ രീതിയിൽ നമുക്ക് വർക്കാവാറില്ല. ഇപ്പോൾ ഡൊമിനിക്ക് OTT വന്നതിന് ശേഷം ഒരുപാട് റെസ്പോൺസ് വന്നു. അത് ഡൊമിനിക് എന്ന ഫിലിം ഒരു മമ്മൂക്ക ചെയ്യുന്ന സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വളരെ ചെറിയൊരു സിനിമയായിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷേ അത് എൻജോയ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു സ്പേസിലിരുന്ന് മൈൻഡ് റിലാക്സായി കാണേണ്ട ഒരു സാധനം ഒരു തിയേറ്റർ സ്റ്റഫായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് എൻജോയ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഡിഫറൻസാണ് ആ ഒരു ഒപ്പീനിയൻസിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്. ടർബോ ആയാൽ പോലും ആ ഒരു ഫൺ ക്യാരക്ടറിലൂടെ തന്നെ ആ ഒരു മാസും അതുപോലെ തന്നെ ഫൈറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ ആ ഒരു റൈറ്റർ എഴുതിയിരിക്കുന്നതിലും കാര്യമുണ്ട്. കാരണം അങ്ങനെ എഴുതിയത് കൊണ്ടാണ് ആ ഒരു സിനിമയ്ക്കകത്ത് അത്രയും ഇമ്പാക്റ്റ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു ക്യാരക്ടറിൻ്റെ അത്രയും പഞ്ചി ആയിട്ടുള്ള മാസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അതേസമയം നമുക്ക് മാസ് റോളുകൾ ചെയ്യുന്ന ഇപ്പോൾ ഒരു അങ്ങനത്തെ ഒരു ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ഭീഷ്മപർവൻ തന്നെ അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ്. ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അത്
ഡയറക്റ്റ് ചെയ്യുന്ന ഫിലിം മേക്കറിൻ്റെ ഒരു വിഷനും കൂടി ഉണ്ടാവും. അപ്പോൾ ഓരോ സിനിമകളുടെയും ഡയറക്ടറും കൂടെ വിചാരിക്കണം ആ ഒരു ആക്ടർ ഏത് രീതിയിലായിരിക്കണം ഓഡിയൻസിലേക്ക് എത്തേണ്ടതെന്നുള്ളത്. അപ്പോൾ മമ്മൂക്ക ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ജേണേഴ്സിലുള്ള ഫിലിംസുകളും ഓരോ ക്യാരക്ടേഴ്സുകളും ഇങ്ങനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരികയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഭ്രമയുഗം എന്ന ഫിലിമിന് ഓസ്കാർ സ്ക്രീനിങ്ങിനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിൻ്റെ ആ ഒരു മേക്കിംഗ് ആയാലും ആ ഒരു മമ്മൂക്ക എന്നൊരു നടനെ മാത്രമല്ല ഒരു സിനിമ ഫുള്ളായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന രീതി പോലും ആ ഒരു രീതിയിൽ നമ്മളെ മലയാളത്തിൽ നിന്ന് മാറ്റി വെക്കേണ്ട, അല്ലെങ്കിൽ ഇതാണ് നമ്മളെ മലയാള സിനിമയിലെ ഒരു ഔട്ട്പുട്ട് എന്നുള്ളത് കാണിക്കാൻ പറ്റിയ പോലത്തെ ഒരു സിനിമയാണ്. അത് കറക്റ്റായിട്ട് ഡിസർവ് ചെയ്യുന്ന ആ ഒരു സിനിമയ്ക്ക് തന്നെ അങ്ങനൊരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. മമ്മൂക്കയുടെ 2026 ആ തുടക്കം തന്നെ ആ ലൈനപ്പിലൂടെ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ സിനിമകളും കൂടി നമ്മളെ ഞെട്ടിക്കണം. ഇനിയിപ്പോൾ 22-ാം തീയതി വരാൻ പോണ ഫസ്റ്റ് സിനിമ ചത്താപ്പച്ചയാണ്. ചത്താപ്പച്ചയ്ക്കകത്തൊരു ക്യാമിയോ ആണ്. അപ്പോൾ ആ ക്യാമിയോ എന്താണ് ഏതാണെന്നുള്ളത് ഒരു ക്യാപ്റ്റൻ ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കൊച്ചി മാനിയ എന്ന് പറയുന്നത് നമ്മളെ WWE റെസ്ൽ മാനിയ എന്ന് പറഞ്ഞ ഒരു ഫൈനൽ ഇവൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇവൻറ്റിൻ്റെ ഒരു കൊച്ചി വെർഷൻ, കൊച്ചി മാനിയ. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ക്യാപ്റ്റൻ ക്യാരക്ടറായിട്ടായിരിക്കും മമ്മൂക്ക വരുന്നത്. അത് ഏതെങ്കിലും ഒരു റെസ്ലറുടെ ഒരു ഇൻസ്പിറേഷൻ ചെയ്തുകൊണ്ടുള്ളൊരു ക്യാരക്ടറായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആരും പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനുമില്ല. എന്തായാലും ആ പടങ്ങളെല്ലാം വരട്ടെ. എല്ലാം ഹോപ്പുള്ള പടങ്ങളാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് ആ 5K ഫാമിലിയിലേക്ക് ഇനി ഒരു 10-20 പേര് മതി. അപ്പോൾ നമ്മുടെ ഫാമിലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമാവുക. അപ്പോൾ എന്നാൽ റീസെൻറ്റ് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ. Bye.